6ാം വയസ്സിൽ തെരുവ് നായക്കൾ വലത്തെ കണ്ണ് കടിച്ചെടുത്ത് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ടൈമിൽ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയതാണ് തെരുവ് നായ അറ്റാക്ക് ചെയ്യണത്. ഒരുപാടെണ്ണം ഉണ്ടായിരുന്നോ? എല്ലായിടത്തും കടിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ അതിന് പിടുത്തം കിട്ടണില്ല. ലാസ്റ്റ് കണ്ണിൽ ഇങ്ങനെ പിടുത്തം വീണ്, അങ്ങനെയാണ് കണ്ണ് ഇങ്ങനെ കടിച്ചെടുക്കണത്. അപ്പൊ ഞാൻ ഇതിന്റെ സൗണ്ടൊക്കെ നന്നായിട്ട് കേൾക്കുന്നുണ്ട്, ഓടി വന്നതിന് കിതക്കണ സൗണ്ടൊക്കെ. എന്റെ ഡ്രസ്സ് ഫുള്ള് ചോര, ഇങ്ങനെ കണ്ണ് ഇങ്ങനെ പറഞ്ഞിട്ട് പോൾ ഇവിടെ തൂക്കിടക്കണ്. ആ ഒരു ടൈമിൽ പേപ്പട്ടി ഇറങ്ങിയിട്ട് ഒരുപാട് പേരെ കടിച്ചു. എന്റെ ഫേസ് എന്നെ തന്നെ കാണിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വീടിന്റെ അടുത്തുള്ള ആൾക്കാരെ കാണാൻ വരുമ്പോൾ അവരിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പേടിച്ച് ഇങ്ങനെ ബാക്കോട്ട് മാറും. മുമ്പത്തെ ഞാനേ ആയിരുന്നില്ല സർജറിക്ക് കഴിഞ്ഞാൽ പിന്നെ ക്ലാസ്സിൽ പോകുമ്പോൾ ഈ ബോയ്സൊക്കെ പേപ്പട്ടിന്നൊക്കെ വിളിച്ച് കളിയാക്കുമായിരുന്നു. ഇനി എങ്ങനെ ജീവിക്കും, ജീവിതം പോയില്ലേ, ലൈഫ് പോയില്ലേ. ഒരു 6 വയസ്സുള്ള കൊച്ചിൻ്റെ അടുത്തിരുന്ന് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരവസ്ഥ. ഞാൻ റെൻറ്റിനൊക്കെ ക്യാമറയൊക്കെ എടുത്തിട്ട് എൻ്റെയും അനിയത്തിൻ്റെയും ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു 40-35 ആ ഒരു റേഞ്ചിനുള്ള ക്യാമറ നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ നോക്കി വന്നപ്പോൾ ഒരു 1 ലക്ഷമായി. അപ്പോൾ ഞാൻ ഈ കാര്യം എല്ലാവരോടും പറയുമ്പോൾ താലിമാലയൊക്കെ പണയം വെച്ച് ക്യാമറ വാങ്ങണോ? അങ്ങനെ M3 ഒരു ഫ്രഷ് ക്യാമറ പോയി എടുത്ത് കഴിഞ്ഞ മാസം ഒരു 85-ൻ്റെ ലെൻസ് എടുത്ത് ഇന്ന് ഫോൺ എടുത്ത്. ആപ്പിളിന്റെ 16 Pro. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള നാട്ടുകാരായാലും എന്നോട് ചോദിക്കണം എന്തേ പട്ടി അടിച്ച് വെച്ചല്ലേ, അങ്ങനെയാണ്. പക്ഷെ എനിക്ക് തന്നെ ഫോട്ടോഗ്രാഫർ അല്ലേ എന്ന് പറഞ്ഞാൽ ഐഡന്റിഫൈ ചെയ്യണതാണ് എനിക്കിഷ്ടം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് പത്മപ്രിയയാണ്. പത്മപ്രിയ, നമസ്കാരം. നമസ്കാരം. പത്മപ്രിയക്ക് ഇൻട്രഡക്ഷൻ ഞാൻ ആദ്യം കൊടുക്കണം എന്ന് ഓർത്തു. അപ്പോഴാണ് ഓർത്തത് ഇല്ല, അത് പത്മപ്രിയയിൽ നിന്ന് കേൾക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നമ്മൾക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. അതായത് 6ാം വയസ്സിൽ തെരുവ് നായക്കൾ ഈ വലത്തെ കണ്ണ് കടിച്ചെടുത്ത് കാഴ്ച പോയിട്ട് ഇന്ന് വിജയം കൈവരിച്ചിരിക്കുന്നത് ഫോട്ടോഗ്രാഫിയിലും വീഡിയോയിലും അല്ലേ. ക്യാമറയുടെ ഒരു ക്യാമറ വുമണായിട്ട് ചെയ്യുന്ന അതൊരു 2 കണ്ണും ഉള്ളവർക്ക്, അല്ലെങ്കിൽ നന്നായിട്ട് ക്യാമറ ചെയ്യണമെങ്കിൽ നമ്മൾ കണ്ണ് തുറന്നെല്ലാം കാണണം എന്നാണ് പറയുന്നത്. അതിനെ ഒറ്റ കണ്ണുകൊണ്ട് പിടിച്ചടക്കിയേക്കുവാണ്. പത്മപ്രിയ, ആ ലൈഫ്, അതായത് ഇപ്പം ഈ ഫോട്ടോഗ്രാഫിയിലേക്ക് വന്നതും വീഡിയോഗ്രാഫിയിലേക്ക് വന്നതും ഉള്ള ലൈഫിന് മുന്നേ ചെറുപ്പമായിരുന്നപ്പോൾ നടന്ന ഇൻസിഡൻ്റ് ഇല്ലേ, അതൊന്ന് പറയാമോ? 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ടൈമിൽ വീട്ടിലിരിക്കുന്ന ടൈമിൽ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയതാണ്. വീട് എവിടെയായിരുന്നു? ചെറായിലാണ് എൻ്റെ വീട്. ചെറായിൽ. ചായ കുടിച്ചുകൊണ്ടിരിക്കണേന്ന്. അപ്പോൾ പെട്ടെന്ന് പുറത്തോട്ട് ആരോടും പറയാണ്ട് പുറത്തോട്ട് പോയതാണ്. ഞാൻ അങ്ങനെ പുറത്തോട്ട് ആരോടും പറയാണ്ട് പോണ ഒരു കൊച്ചൊന്നുമല്ല. അമ്മേൻ്റെ എപ്പോഴും പറഞ്ഞിട്ടാണ് പുറത്തൊക്കെ പോകാറ്. പക്ഷെ അന്ന് ഞാൻ ആരോടും പറഞ്ഞില്ല. പെട്ടെന്ന് പോയിട്ട് വരാലാന്ന് വിചാരിച്ചിട്ട് ഞാൻ പുറത്തോട്ട് പോയി. അങ്ങനെ പുറത്തോട്ട് പോയി അവിടെ ഞാനെന്തോ കണ്ണിമാങ്ങ എന്തോ പറക്കാൻ പോയതാണ്. കറക്റ്റായിട്ട് എനിക്കത് ഓർമ്മയില്ല. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് തിരിച്ചു വന്ന വഴിക്കാണ് എന്നിങ്ങനെ തെരുവ് നായ അറ്റാക്ക് ചെയ്യണത്. ഒരുപാടെണ്ണം ഉണ്ടായിരുന്നോ? ഇല്ല, ഒരെണ്ണം ഉണ്ടായുള്ളൂ. ഒറ്റൊരാള്. ചെറിയൊരു ഇടുങ്ങിയ വഴിയാണ്. ജസ്റ്റ് ഒരു സൈക്കിളും ഒരാൾക്കും കൂടി നടന്നു പോകാനായിട്ടുള്ള ഗ്യാപ്പുള്ളൊരു ചെറിയ വഴിയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ നടന്ന ടൈമിൽ ഈ പട്ടി ഓടി വന്നത് ഞാൻ കാണുന്നില്ല. ഇത് അടുത്തോട്ട് വന്ന് ചാടുന്ന ടൈമിലാണ് ഞാൻ ഇത് കാണണേ, ഇങ്ങനെ പട്ടിയാണെന്നുള്ള സംഭവം ഞാൻ റിയലൈസ് ചെയ്യണത് തൊട്ടടുത്തെത്തിയിട്ടാ. ഇതിങ്ങനെ ചാടിയിട്ട് എൻ്റെ ഞാൻ ചെറുതായതുകൊണ്ട് തന്നെ ഇങ്ങനെ ബാക്കിലോട്ട് വീണ്. എന്നിട്ട് ഇതിന് എല്ലായിടത്തും കടിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ അതിന് പിടുത്തം കിട്ടണില്ല. ലാസ്റ്റ് അതിന് കണ്ണും വീണ് ഇങ്ങനെ വായന്ന് പതയൊക്കെ വരുമല്ലോ, അങ്ങനെ വന്നിട്ട് ഇങ്ങനെ എല്ലായിടത്തും കടിക്കാൻ നോക്കിയിട്ട് കിട്ടാണ്ട് ലാസ്റ്റ് കണ്ണിൽ ഇങ്ങനെ പിടുത്തം വീണ്. അങ്ങനെയാണ് കണ്ണ് ഇങ്ങനെ കടിച്ചെടുക്കണത്. അപ്പം ഞാൻ ഇതിൻ്റെ സൗണ്ടൊക്കെ നന്നായിട്ട് കേൾക്കുന്നുണ്ട്, ഓടി വന്നതിന് കിതക്കണ സൗണ്ടൊക്കെ. അപ്പം ഞാൻ എനിക്ക് ഭയങ്കര പേടി. ഞാൻ നല്ല അല്ലറി ഇങ്ങനെ ഒച്ചയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അരികത്തുള്ള അവിടെ ഉള്ള വെളിച്ചന്മാരൊക്കെ ഓടി വന്ന് പട്ടിനെ മാറ്റാൻ നോക്കി. പക്ഷെ ഇവർക്കിങ്ങനെ വലിച്ച് പട്ടിനെ മാറ്റാൻ പറ്റത്തില്ലല്ലോ, കണ്ണ് ഇതിൻ്റെ ഉള്ളിലിരിക്കല്ലേ. അപ്പോൾ ഇവര് അരിയത്തിറക്കണ ഇഷ്ടിയും സാധനങ്ങളൊക്കെ കൊണ്ട് ഇതിനെ പിടിച്ച് അടിച്ച്. എന്നിട്ട് ഇത് വിടാണ്ടായപ്പോൾ അവര് കുറേ പേര് എല്ലാവരും ഓടി വന്നു, പക്ഷെ ഇത് വിടണില്ല. കുറച്ചു നേരം പക്ഷെ അവർക്കൊന്നും ചെയ്യാണ്ട് ഇങ്ങനെ നോക്കി നിൽക്കണ ഒരു അവസ്ഥയൊക്കെ ഉണ്ടായി. അതൊക്കെ പക്ഷെ എനിക്കിപ്പോഴും നല്ലോണം ഓർമ്മയുണ്ട്. ഈ ഒരു കണ്ണും കൊണ്ട് ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ ക്രൗഡഡായിട്ട് നിൽക്കണ്, എൻ്റെ മേത്തിനെ പട്ടി ഇങ്ങനെ കിടക്കണ്. അതൊക്കെ അത് കഴിഞ്ഞ് അതിനെടുത്ത് മാറ്റി അത് പോയി. അപ്പോൾ എൻ്റെ അമ്മ അടുക്കളയിൽ നിന്ന് കേൾക്കണ്ട് ആരോ കരയണ ഒരു സൗണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് പറയുമ്പോൾ എനിക്ക് വേദന എടുക്കുന്നു, എനിക്ക് ഫീൽ ചെയ്യുന്നു. എൻ്റെ മേത്ത് അത് സംഭവിച്ച പോലെ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ശ്വാസം കിട്ടുന്നില്ല കുറച്ച് നേരം. അതെന്ന് പറയുമ്പോൾ നമ്മളത് ഇമാജിനും കൂടെ ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങളൊരു ഫോട്ടോഗ്രാഫർ ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, നിങ്ങളൊരു കാര്യം പറയുമ്പോൾ നിങ്ങളത് വിഷ്വലൈസും കൂടെ ചെയ്യുന്നുണ്ട്. അതുപോലെ ഞാനത് കാണുന്നുണ്ട്. 6 വയസ്സുകാരിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. എനിക്ക് ശ്വാസം കിട്ടുന്നില്ല കുറച്ച് നേരം. അവിടെയാണ് പറയുന്നെങ്കിൽ ശ്വാസം മുട്ടുന്നത് എനിക്കായിരുന്നു. എങ്ങനെ ബാക്കി പറഞ്ഞു? എന്നിട്ട് അമ്മ കണ്ടിട്ട് അല്ല, അമ്മ ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പം അമ്മ എൻ്റെ അമ്മാമ്മ ഉണ്ടെന്ന് വീട്ടിൽ. അപ്പം ഇങ്ങനെ ചോദിക്കേണ്ട അമ്മ ആരാണ് ഈ സൗണ്ട് ഇങ്ങനെ കരയണ കുറേ നേരം ആയില്ല. അപ്പം അമ്മ പറഞ്ഞാൽ ദൂരമുള്ള ഒരു കൊച്ചാണ്, അതെപ്പോഴും കരയാറുള്ളതാണ്, സ്ഥിരം കരയും എന്നൊക്കെ. അമ്മക്കറിയില്ല ഞാൻ വീട്ടിൽ നിന്ന് പോയ കാര്യം. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കരച്ചിലിനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മ പറഞ്ഞു ഇത് ഭയങ്കര കരച്ചിൽ അടുക്കണ്ടല്ലോ. അപ്പം അമ്മ പറഞ്ഞു വാ, എന്തായാലും ഇത്ര നേരം അല്ല കരയണം, നമുക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് അമ്മയും കൂടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വന്ന് നോക്കുമ്പോൾ ഞാൻ കുറേ ആൾക്കാരൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നു തന്നെ. എൻ്റെ ഡ്രസ്സ് ഫുള്ള് ചോര, ഇങ്ങനെ കണ്ണ് ഇങ്ങനെ
ഇങ്ങനെ പറഞ്ഞിട്ട് പോൾ ഇവിടെ തൂക്കിടക്കണ്. എന്നിട്ട് എന്നെ കൊണ്ടുപോകാൻ മുന്നേ എൻ്റെ അമ്മേനെ ആശുപത്രി കൊണ്ടുപോയി തലറങ്ങി വന്നിട്ട്. എന്നിട്ട് അവിടെ ആരും എൻ്റെ അടുത്തോട്ടൊന്നും വന്നില്ല, എല്ലാവർക്കും അതിന്റെ പേടി. അന്ന് ആ ഒരു ടൈമിൽ പേപ്പട്ടി ഇറങ്ങിയിട്ട് ഒരുപാട് പേരെ കടിച്ചു, 40 സംതിങ് പേരെ കടിച്ചു. അതിന് ഗുരുതര പരിക്കേറ്റത് എനിക്കാ. ബാക്കി എല്ലാവർക്കും കയ്യുമ്മയും കാലുമ്മയും അങ്ങനെയൊക്കെയാണ് ഇതായത്. പിന്നെ ചെറിയ കുട്ടികൾക്ക് ആർക്കൊന്നും കടി കൊണ്ടില്ല. അത് ഏറ്റവും ചെറിയ കൊച്ച് ഞാനായിരുന്നു അന്ന്. അങ്ങനെ ആരും അടുത്തോട്ട് എല്ലാവരും നീങ്ങിക്കണ്. അങ്ങനെ പിള്ളേരൊക്കെ എൻ്റെ അടുത്തോട്ട് വരാൻ ഇങ്ങനെ അയ്യോ ഇതെന്താന്നൊക്കെ ചോദിച്ചു. ഇങ്ങനെ ചെറിയ പിള്ളേരൊക്കെ ഓടി വരുമ്പോൾ അവരെ അമ്മയൊക്കെ പിടിച്ചിങ്ങനെ വലിച്ച് മാച്ചണയൊക്കെ ഞാൻ ഇങ്ങനെ കാണുകയാണ്. അപ്പോൾ എനിക്ക് 6 വയസ്സുള്ളൊരു കൊച്ചായ എനിക്കിതൊക്കെ കാണുമ്പോൾ ഇതെന്താണില്ല, എനിക്ക് വേറെ എന്തോ ഇതുപോലെ. പക്ഷെ ഞാൻ എൻ്റെ അമ്മേനോടും അമ്മാമ്മേനോടൊക്കെ പറഞ്ഞ് കോലുത്തിക്കൊണ്ടാണ്, ആരും പേടിക്കേണ്ട, കരയണ്ട, പട്ടി കടിച്ചാണെന്ന് ഞാൻ അന്നേരം ഇങ്ങനെ എല്ലാവരോടും കരയേണ്ട, നിങ്ങൾ വിഷമിക്കേണ്ടെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അപ്പോൾ തന്നെ പറവൂര് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയത്. അവിടെ ചെന്ന് ഫസ്റ്റ് എയ്ഡൊക്കെ തന്നിട്ട് പിന്നെ ആംബുലൻസിന് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോയി. എന്നിട്ട് അന്ന് കടിച്ചതിന് ചുറ്റുമാണ് ഇഞ്ചക്ഷൻ. കടിച്ചതിന് ചുറ്റും 18 സംതിങ് ഇഞ്ചക്ഷൻ എടുത്തിട്ടാണ് വാക്സിനേഷൻ ചെയ്യണത്. പണ്ട് പൊക്കിളിന് ചുറ്റായിരുന്നു, ഇപ്പൊ കടിച്ചതിന് ചുറ്റായിരുന്നു. അങ്ങനെ ഇഞ്ചക്ഷൻ ഒക്കെ എടുത്ത് പിന്നെ അപ്പത്തന്നെ ഓപ്പറേഷൻ ഒക്കെ ചെയ്ത് ആണ് ഇങ്ങനെ ആക്കിയത്. പിന്നീട് 2 ഓപ്പറേഷൻ, പ്ലാസ്റ്റിക് സർജറി ഉൾപ്പെടെ ചെയ്തു. 2 പ്ലാസ്റ്റിക് സർജറിയും ബാക്കി സർജറി ആയിട്ട് മൊത്തം 6 സർജറി ചെയ്തിട്ടുണ്ടായിരുന്നു. 6 സർജറി ചെയ്തു. അപ്പം ഇപ്പം ഈ വലത്തെ കണ്ണ് പൂർണ്ണമായിട്ടും ഇത് എന്താ വിഷം പോയി, അല്ലാണ്ട് ആർട്ടിഫിഷ്യൽ ആണോ വെച്ചേക്കുന്നത്? ഇല്ല, ഐബോളിനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആദ്യം വിചാരിച്ച ഐബോൾ പോയിന്നാ, പക്ഷേ ഐബോൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല. പോളയാണ് പറഞ്ഞിങ്ങോട്ട് പോകുന്നത്. അപ്പൊ പോള ഇങ്ങനെ പറിച്ചപ്പോ ഇവിടുത്തെ ഞരമ്പ് ഒപ്റ്റിക് നെർവിന് ഇഞ്ചുറി പറ്റിയതാന്നാ പറഞ്ഞത്. അങ്ങനെയാണ് കാഴ്ച പോയത്. ഈ ഒരു സംഭവം ഇപ്പം കേൾക്കുമ്പോൾ എനിക്ക് തന്നെയും ഭയങ്കര വിഷമമുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ കുഞ്ഞിലെ കണ്ടതിൻ്റെ ഒരു ട്രോമ അത് ഭയങ്കരമായിട്ട് നമുക്ക് ഒരു തരത്തിൽ, അതായത് പട്ടീനെ പിന്നീട് കാണുമ്പോഴും അല്ലെങ്കിൽ ആളുകൾ എന്താ അങ്ങനെ ആ ട്രോമേനെ ഇപ്പോൾ 6-ാം വയസ്സെന്ന് പറയുമ്പോൾ എന്നാ പ്രായമുണ്ട്, കുഞ്ഞു കൊച്ചു, അതിൽ ട്രോമയാണെന്ന് ഇപ്പോഴാണ് നമുക്കത് മനസ്സിലാവണത്. അല്ലെങ്കിൽ അന്നൊരു പേടി, പിന്നെ പുറത്തിറങ്ങാൻ പേടി, ഇതൊക്കെ കുഞ്ഞിന് എങ്ങനെയായിരുന്നു പിന്നീട് നേരിട്ടത്? ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പട്ടീൻ്റെ സൗണ്ട് എപ്പോഴും ഉറങ്ങുമ്പോ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് അതാണ് ഏറ്റവും കൂടുതൽ. എന്നോട് പറഞ്ഞില്ലേ, പട്ടി ഇങ്ങനെ കടിച്ചു വലിച്ചപ്പം ചെവിയിൽ സൗണ്ട് കേട്ടെന്ന് പറയുമ്പോ എനിക്ക് ആ സൗണ്ട് അത് ഭയങ്കര പ്രശ്നമായിരുന്നു. കുറേ നാൾ എനിക്ക് കണ്ണടക്കുമ്പോൾ ഇരുട്ടൊക്കെ വരുമ്പോൾ ഈ സൗണ്ട് ഇങ്ങനെ ചെവിയിൽ ആ കിതച്ച സൗണ്ട് അത് ഭയങ്കര. പിന്നെ ആ വഴിയൊക്കെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താ, ഞങ്ങൾ ആ വഴി കൂടെ പോയിരുന്നേക്കാം. അപ്പൊ ആ വഴി കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇത്. ഞാൻ മുറ്റത്തോട്ടൊന്നും ഇറങ്ങൂല, രാത്രി ആയിക്കഴിഞ്ഞാൽ ഒട്ടും പുറത്തിറങ്ങൂല. പിന്നെ പട്ടി എവിടെയെങ്കിലും ദൂരെ കുരക്കണ സൗണ്ട് കേട്ടാൽ തന്നെ ഭയങ്കര പ്രശ്നമായിരുന്നു. ദൂരെ കുരക്കണ സൗണ്ട് കേട്ടാൽ തന്നെ അപ്പോൾ തന്നെ ഞാൻ കരയും, നൊല്ലി വിളിക്കും. അപ്പോൾ ആ അമ്മയച്ഛനൊക്കെ പറയും കരയേണ്ടത് ദൂരെയാണെന്നൊക്കെ. പക്ഷെ എനിക്കതൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് എന്നെ ഇങ്ങോട്ട് വരും, എന്നെ കടിക്കും, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. പിന്നെ കുറേ നാൾ ഞാൻ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. കടിച്ച 1 വർഷത്തോളം ഞാൻ ഹോസ്പിറ്റലായിരുന്നു, സ്കൂളിലൊന്നും പോയിട്ടൊന്നും ഉണ്ടായില്ല. അപ്പോൾ കുറേ നാൾ ഹോസ്പിറ്റലായതുകൊണ്ട് അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഹോസ്പിറ്റൽ ലൈഫിൽ അങ്ങനെ ഇതായിപ്പോയി. പിന്നെ വീട്ടിൽ വന്നിട്ടായിരുന്നു പ്രശ്നങ്ങൾ. വീടിന്റെ അന്തരീക്ഷവും അവിടുത്തെ ചുറ്റുപാടൊക്കെ കാണുമ്പോഴായിരുന്നു കുറച്ചും കൂടി പിന്നെ പേടി. മുമ്പ് പട്ടി കടിക്കണേലൊക്കെ മുന്നേ ഫ്രണ്ടിൽ കൂടെ ഒക്കെ പട്ടി പോകുമ്പോൾ ഞാൻ നോക്കിയിരിക്കും, എനിക്ക് അങ്ങനെ പേടിയോ എന്നുള്ളൊരു സാധനം വരുന്നില്ല. പിന്നെ വലുതായി ഈ പട്ടി കടിച്ചേ പിന്നെയാണ് ഭയങ്കര പേടിയായത്. പിന്നെ ഭയങ്കര പ്രശ്നമൊക്കെ ആയിരുന്നു. പിന്നെ കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് എനിക്ക് വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. അവരെന്നെ കൊണ്ടുപോയി പട്ടീനെയൊക്കെ തൊടിക്കാനൊക്കെ നോക്കി കൗൺസിലിങ്ങിന് കൊണ്ടുപോയിട്ട് ഞാൻ അവിടെ അവരെ ചീത്തയൊക്കെ പറഞ്ഞിറങ്ങിപ്പോ. അവര് ഭയങ്കരമായിട്ടൊക്കെ നമ്മളോട് പട്ടിനെ തൊട് അതൊന്നും ചെയ്യൂല. പക്ഷെ എനിക്കറിയാലോ അത് ചെയ്യുമെന്ന്. അപ്പൊ ഞാൻ അതൊട്ടും സമ്മതിച്ചു കൊടുക്കണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ അവിടെ നിന്ന് കരഞ്ഞ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കി വീട്ടിൽ കൊണ്ടുവന്നു. പിന്നെ എന്നെ കൗൺസിലിങ്ങിന് കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കൂലായിരുന്നു. കാരണം അവര് തൊടിക്കാൻ നോക്കും, പട്ടീനെ വെറുതെ കെട്ടിട്ടേക്കണ പട്ടീനെയൊക്കെ തൊടിക്കാൻ നോക്കും. അങ്ങനെ. പക്ഷെ എനിക്കും ഇതുപോലെ തന്നെ ചെറുതിലെ ഞാനുണ്ട് 3-4 പഠിക്കുന്ന സമയത്ത് നമ്മുടെ അച്ഛൻ റബ്ബർ വെട്ടുണ്ടായിരുന്നു. അപ്പോൾ റബ്ബർ വെട്ടിയിട്ട് പാലം എടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലേക്ക് പോകാൻ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, നേരെ പോയാൽ മതി, റോട്ടിൽ കൂടെ പോയാൽ മതി. പക്ഷെ ഷോർട്ട് കട്ട് ആകുമ്പോൾ പെട്ടെന്ന് ചെല്ലാനാന്ന് ഓർത്ത് അവരുടെ വീട്ടിൽ പട്ടീനെ കെട്ടിയിട്ടുണ്ട്. അപ്പം പട്ടിയെ കെട്ടിയിട്ട പട്ടിയെ ഞാൻ കെട്ടിയിട്ടതല്ല, പക്ഷെ അത് അഴിച്ചിട്ടേക്കുമായിരുന്നു. ഞാൻ കണ്ടില്ല. പട്ടിയെ കഴിഞ്ഞ് മുന്നേ കാറി ഓടി വീണ് ഞാൻ. കുരുത്തത്തിന് തൊട്ടപ്പുറത്ത് എൻ്റെ കാർച്ച കേട്ടപ്പോൾ തന്നെ ആൾക്കാർ വന്നു, പട്ടീനെ അവർ തിരിച്ചു വിളിച്ചു. എന്നിട്ട് ആ വീട്ടുകാർ പറഞ്ഞ പട്ടിയൊന്നും ചെയ്യത്തില്ല, പട്ടി കുരക്കത്തേ ഉള്ളൂ, ഇവരിങ്ങനെ പറയാം. അന്ന് എനിക്കിതുപോലെ പേടിയായി. പിന്നെ എനിക്ക് പട്ടീനെ കാണുന്നതേ പേടി. പിന്നെ ഈ പേടി ഇങ്ങനെ വന്ന് ഏകദേശം ഒരു +2 ഒക്കെ പഠിച്ച് ഡിഗ്രി ഒക്കെ ആയ സമയത്ത് എനിക്കൊരു പട്ടി കുഞ്ഞിന് വഴി കിടന്ന് കെട്ടി. അത് കുഞ്ഞല്ലേ,
അതിനെ എടുത്ത് വളർത്തിയപ്പോഴാണ് അത് കുഞ്ഞതല്ല, അപ്പം ഒന്നും ചെയ്യൂലല്ലോ. നമ്മൾ പറയുന്നതാണ്. പിന്നെ പട്ടീനെ ആൾക്കാർ എവിടെയൊക്കെ കാണുമ്പോൾ ഞാൻ പറയും ഞാൻ നോക്കത്തില്ല, എന്നെ ചെയ്തോ ചെയ്തില്ലയോ, പക്ഷെ ഞാൻ നോക്കാം. നമുക്ക് പേടി തട്ടിയല്ലോ. ആ കുഞ്ഞിനെ വളർത്തിയിട്ടാണ് പിന്നെ എനിക്ക് പട്ടിയോടുള്ളൊരു പേടി മാറി വന്നത്. എനിക്ക് പക്ഷെ പട്ടീനോട് ദേഷ്യമൊന്നുമില്ല, കാരണം ഒരെണ്ണം ചെയ്തെന്ന് പറഞ്ഞാൽ എല്ലാത്തിനോടും ദേഷ്യപ്പെട്ടിട്ട് ഇപ്പൊ പേടിയൊക്കെ മാറിയോ? മാറി. പേടിയെന്നല്ല, നമുക്കിപ്പോൾ ഒരു പട്ടിയെ കാണുമ്പോൾ ഓക്കെ എന്ന് എനിക്കിതിപ്പം നോർമലാണ്. അരികത്തിൽ കൂടി പോകുമ്പോൾ കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്നെ നോക്കിയാലൊക്കെ പ്രശ്നം വരും. അത് തീർച്ചയായും നമുക്ക് ഏതിനാ സ്വഭാവം എന്ന് നമുക്ക് അറിയില്ലായിരുന്നു. അന്ന് ഈ പേ പിടിച്ച പട്ടി തന്നെയായിരുന്നു മോനെ കടിച്ചത്? അതെ അതെ, അത് ആ പട്ടി 3 ദിവസം കഴിഞ്ഞ് വെള്ളമൊക്കെ കണ്ടപ്പോൾ ചത്തുപോയി, തനിയെ ചത്തുപോയി. ആൾക്കാർ തല്ലിക്കൊല്ലാണ്ട് ഒരു ഇത് വന്നില്ല. പേപ്പട്ടി അങ്ങനെയാണല്ലോ, വെള്ളം കണ്ട ചത്തുപോന്നിട്ട് തനിയെ ചത്തുപോയി. ഓക്കെ. കുരുത്തത്തിന് ഇത് വാക്സിനേഷനൊക്കെ എടുത്ത് 1 മണിക്കൂറിനുള്ളിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ എത്തിക്കണമെന്നാണ് പറഞ്ഞത്. 1 മണിക്കൂറിന് മുന്നേ തന്നെ ഞങ്ങൾ പോയി ഇഞ്ചക്ഷൻ എടുത്തോണ്ട് കുഴപ്പമുണ്ടായില്ല. അത് കണ്ണിനായതുകൊണ്ട് തലച്ചോറിലോട്ട് വേഗം ബാധിക്കും. കയ്യിനും കാലിനായിരുന്നെങ്കിൽ 24 hours ഒക്കെ ഓളം പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന്. കണ്ണിനായതുകൊണ്ട് അത്രയും നേരം നിൽക്കാൻ പറ്റത്തില്ല, വേഗം ബ്ലഡ് നമ്മുടെ തലച്ചോറിലോട്ട് എത്തും എന്നിട്ടായിരുന്നു. അതിനുശേഷം പിന്നീട് ക്ലാസ്, നാട്ടുകാർ അല്ലെങ്കിൽ ഇവരെയൊക്കെ ഫേസ് ചെയ്യാൻ എങ്ങനെയുണ്ടായിരുന്നു? നാട്ടുകാരെ ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പേടി, അവർക്കും പേ വരുമോ എന്നുള്ളൊരു ഫീൽ? അല്ല, അവരന്ന് അങ്ങനെ ഇങ്ങനെ പുറകോട്ടൊക്കെ മാറിയതൊക്കെ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. കൊച്ചാണല്ലോ, അതൊക്കെ അങ്ങനെ പെട്ടെന്നൊന്നും മറക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ അത് മാത്രല്ല, ഇവര് വന്നു കഴിഞ്ഞ് എൻ്റെ കണ്ണൊക്കെ ഭയങ്കര വികൃതമായിരുന്നു. ഇങ്ങനെ ഫേസ് ഫുള്ള് നീര് വന്നിട്ട് കണ്ണ് ഫുള്ള് വയലറ്റ് കളറൊക്കെ ആയിരുന്നു ഈ സ്റ്റിച്ച് ഇട്ടിട്ട്. അന്നൊക്കെ മറ്റേ പൊട്ടിച്ചിട്ട് എടുക്കണ സ്റ്റിച്ചായിരുന്നു, ഇപ്പൊ തന്നെ പോണ സ്റ്റിച്ചൊക്കെ ഉള്ള. അപ്പോൾ ഈ സ്റ്റിച്ച് പൊട്ടിക്കാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോഴായാലും ഭയങ്കര പെയിനൊക്കെ ഇരുന്ന. അങ്ങനെ ഇവർ വീട്ടിൽ കാണാൻ വരുമ്പോൾ ഭയങ്കര വികൃതമാണ് എന്നെ കാണാനായിട്ട്. ഡോക്ടർ എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിലെ എല്ലാവരോടും എന്നെ ഫേസ് കാണിക്കണ്ടെന്നുള്ളത്. കൊച്ചാണല്ലോ, അവൾക്ക് തന്നെ എന്തെങ്കിലും തോന്നും, അയ്യോന്ന് വെച്ചാൽ നമ്മള് എൻ്റെ ഫേസ് എന്നെ തന്നെ കാണിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ ഫേസ് കണ്ടിരുന്നത് സ്റ്റീൽ ഗ്ലാസ്സിൽ വെള്ളം കുടിക്കുമ്പോൾ അതിനകത്ത് ഞാൻ നോക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് കാണണം, ഇവരെല്ലാവരും ഇത്രയും പറയുമ്പോൾ എനിക്കത് കാണണമല്ല. അപ്പം ഞാൻ അങ്ങനെയൊക്കെ നോക്കിയാണ് എൻ്റെ ഫേസ് ഞാൻ കണ്ടിരുന്നത്. അല്ലെങ്കിൽ പാത്രങ്ങൾ ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ അങ്ങനെ നോക്കും, അങ്ങനെയൊക്കെ എന്തെങ്കിലുമാണ് ഞാൻ കണ്ട. എന്നാലും നമുക്ക് ക്ലാരിറ്റിയിൽ നമുക്ക് കാണാൻ പറ്റൂല എന്താണ് സംഭവം എന്നുള്ളത്. പുറത്തുനിന്ന് ആൾക്കാർ വീട്ടിലോട്ട് കാണാൻ വരുമ്പോൾ, ഈ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരെ കാണാൻ വരുമ്പോൾ അവരിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പേടിച്ച് ഇങ്ങനെ ബാക്കോട്ട് മാറും. അപ്പം ഞാൻ അമ്മനോട് പറഞ്ഞു എനിക്കൊരു ടവല് തന്നെ ഇങ്ങനെ കെട്ടി വെക്കാന്ന് പറഞ്ഞിട്ട് ഈ ഇങ്ങനെ ഹാഫായിട്ട് ഇങ്ങനെ കൊള്ളക്കാരി കെട്ടി വെക്കണ പോലെ അങ്ങനെ കെട്ടി വെച്ചിട്ട് ഇരിക്കുമായിരുന്നു വീട്ടില്. ചിലവർ വന്നിട്ട് അത് പൊക്കി നോക്കും, പൊക്കി നോക്കിയിട്ട് ഈ പുറകോട്ട് മാറും. എന്നിട്ട് ഇവര് ഇരുന്ന് കരയും. എന്നിട്ട് ഇവര് ഇങ്ങനെ കണ്ടിട്ട് പേടിച്ചിട്ട് ഇങ്ങനെ മാറിയിട്ട് എന്ത് കഷ്ടമല്ലേ, ഇനി എങ്ങനെ ജീവിക്കും, ജീവിതം പോയില്ലേ, ലൈഫ് പോയില്ലേ. ഒരു 6 വയസ്സുള്ള കൊച്ചിൻ്റെ അടുത്തിരുന്ന് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരവസ്ഥ ഭയങ്കര മനസ്സിലാവും. അവര് നാട്ടുമ്പുറത്തരാണ്, അവർക്ക് അവരെ സംബന്ധിച്ച് കൊച്ചിനിങ്ങനെ വന്നല്ലോ, ജീവിതമേ പോയി. അമ്മേനോടൊക്കെ കരഞ്ഞിട്ട് പറയും മോള് എന്ത് ഇതാവും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്റെ കാര്യം ഓർത്ത് അമ്മ എപ്പോഴും ദുഃഖിക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതൊക്കെ പറയും. ഞാൻ മനഃപൂർവ്വം എത്തിച്ചില്ല, അറിയാണ്ട് അങ്ങനെ പുറത്തോട്ടൊക്കെ വന്ന ഇതാണ്. പിന്നെ അങ്ങനെ എല്ലാ നാട്ടുകാരും മൊത്തം ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ തുറന്നൊക്കെ നോക്കും. എനിക്കിഷ്ടമല്ല അവരെ കാണിക്കണത്, പക്ഷെ അതുകൊണ്ടാണ് ഞാൻ ടവല് ഇട്ട് വെച്ചേക്കണം. അത് അവർക്ക് മനസ്സിലാക്കാനുള്ള ബോധമില്ലെന്ന് ഇപ്പൊ ഞാൻ ചിന്തിക്കും. അവരെന്നാലും തുറന്നൊക്കെ നോക്കിയിട്ട് കണ്ടിട്ട് ഇങ്ങനെ പുറകോട്ടൊക്കെ പേടിച്ച് മാറും, അയ്യോ ഇത്രയും ഇതായിരുന്നു അങ്ങനെയൊക്കെ പറയും. അപ്പൊ നമുക്ക് പിന്നെ പട്ടിയുടെ ഒരു കുറച്ച് കഥ എല്ലാരും എന്നോട് സ്റ്റോറി ചോദിക്കും എന്താണെന്ന് സംഭവിച്ചത്. അപ്പൊ അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ കയറി നിൽക്കാറുന്നില്ലേ പട്ടി വന്നവ, അങ്ങനെ ഇരുന്നെങ്കിൽ എനിക്ക് എന്തൊക്കെ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. അത് അന്നേരം അതൊന്നും നമുക്ക് പറ്റാത്തോണ്ടാണല്ലോ കടിച്ചത്. ഞാൻ എന്തോ മനഃപൂർവ്വം പോയി. എന്നിട്ട് എന്നോട് ചോദിക്കണേ ഞാൻ എന്തെങ്കിലും ചെയ്യാണ്ട് പട്ടിയെന്നെ കടിക്കില്ല. കുറെ പേര് അങ്ങനെ പറഞ്ഞ എന്നെ നേരെ നോക്കി, ഒന്നും ചെയ്യാണ്ട് അങ്ങനെ പട്ടി കടിക്കൂല, എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും, എന്തെങ്കിലും കല്ലെടുത്ത് എറിഞ്ഞിട്ടുണ്ടാവും. ഞാൻ അറിഞ്ഞു പോലും ഈ പട്ടി വന്നത്. ഇത് ഓടി വന്ന് നേരെ ചാടി വീഴുന്നത്. പേപ്പട്ടി ആയതുകൊണ്ട് തന്നെ അതിന് പെട്ടെന്ന് ഇങ്ങനെ അത് പേ പിടിച്ചിട്ട് ഓടി നടക്കണോണ്ട് പെട്ടെന്ന് വന്ന് അങ്ങനെ അറ്റാക്ക് ചെയ്തതാ. വേറെ എൻ്റെ വീടിൻ്റെ കണ്ണ് കാണാത്തൊരു അമ്മൂമ്മയൊക്കെ ഉണ്ട്, അതിൻ്റെ അരിയത്തെ കൂടിയൊക്കെ പട്ടി പോയി, പക്ഷെ അതിനൊന്നും ചെയ്തില്ല. അതിന് 90 വയസ്സെന്തോ ഉണ്ട്, അവരിനൊന്നും ചെയ്തില്ല, പക്ഷെ എന്നെ ചെയ്ത്. അപ്പൊ അതൊക്കെ അവർ എൻ്റെ വന്നിട്ട് പറയും ഞാൻ എന്തോ ചെയ്തിട്ടാണ്. ഓക്കെ. അതൊക്കെ പിന്നീട് ഒരു എന്താ പറയുക മുന്നോട്ടുള്ള ജീവിതത്തിൽ നമുക്ക് അന്ന് നല്ല വിഷമം. കൊച്ചു പറഞ്ഞാൽ 6 വയസ്സുള്ള ഒരു കുഞ്ഞിനോട് പറയേണ്ട കാര്യങ്ങളല്ല. അന്ന് നമുക്ക് ഇത്ര ഓർത്തിരിക്കാൻ തന്നെ കാരണം 6 വയസ്സിൽ അവർ പറഞ്ഞാൽ അത് നമുക്ക് ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്തെന്നുള്ള. ഇല്ലെങ്കിൽ നമുക്ക് ആ പ്രായത്തിലൊന്നും ഓർത്തിരിക്കണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. അപ്പോൾ ഈ ഹോണ്ട് ചെയ്തിട്ട് പിന്നീട് ഇങ്ങോട്ട് എങ്ങനെയാണ് ലൈഫിൽ ശരിക്കും പൈലറ്റ് ആവണം എന്നല്ല ആഗ്രഹം? പട്ടി കടിക്കണ ആ ഒരു ടൈമിലൊന്നും എനിക്കങ്ങനെ ആഗ്രഹമൊന്നും, കൊച്ചല്ലേ.
ഒരു 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെ പൈലറ്റ് ആവണം അങ്ങനെയൊക്കെ തോന്നിയത്. കുറെ നാളൊന്നും എനിക്ക് ഒട്ടും ക്ലാസ്സിൽ പോകാൻ പറ്റിയിട്ടില്ല ഈ ഒരു ഇൻസിഡന്റ് കാരണം. ക്ലാസ്സിലൊക്കെ പോയത് ഒരു 2 വർഷം ഒരു വർഷം ഫുള്ള് പോയില്ല, പിന്നെ എക്സാം എഴുതാൻ മാത്രം പോയി. പിന്നെ മിസ്സുമാര് പാസ്സാക്കി തന്നെ വിടുമായിരുന്നു. അങ്ങനെ ഇയർ കട്ട് ചെയ്ത് കളയണ്ടെന്ന് പറഞ്ഞിട്ട് അറ്റൻഡൻസ് ഇല്ലെങ്കിലും ചെറിയ കൊച്ചുങ്ങൾക്ക് അങ്ങനെ നോക്കൂലല്ലോ, അങ്ങനെയാണ് പോയത്. അങ്ങനെ 8ാം ക്ലാസ് ഒക്കെ എത്തിയപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ ഓരോ എയിമും കാര്യങ്ങളും ഡ്രീമൊക്കെ വന്ന് എനിക്ക് അത്രയൊന്നുമില്ല. അപ്പം ഞാൻ ഇങ്ങനെ അമ്മേനോട് പറഞ്ഞു എനിക്കിങ്ങനെ പൈലറ്റ് ആയ കൊള്ളാം, എനിക്കിങ്ങനെ എല്ലാ സ്ഥലത്തും പോകണം, നടക്കണം, അങ്ങനത്തേക്ക് ഒരു ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം അങ്ങനെ പറഞ്ഞ് പൈലറ്റ് ആവാൻ. അപ്പം അമ്മ പറഞ്ഞു അതിനെന്താണ് നീ പഠിച്ചാൽ പൈലറ്റ് ആവാം അങ്ങനെയൊക്കെ പറഞ്ഞ്. പിന്നെ ഒരു 10th ഒക്കെ ആയപ്പോൾ എനിക്ക് മനസ്സിലായി പൈലറ്റ് ആവാൻ പറ്റൂല, അതിന് ഒരുപാട് ഫിസിക്കൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പൈലറ്റ് ആവാനായിട്ട് കുറേ പരിമിതിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് പറ്റൂല എന്നുള്ളൊരു ഇത് ഞാൻ അറിഞ്ഞത് 10th വെച്ചിട്ടാണ്. അങ്ങനെയാണ് പിന്നെ ഫോട്ടോഗ്രാഫി വന്നത്. ഫോട്ടോഗ്രാഫിയിൽ എങ്ങനെയാണ് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ എന്താണ് ഫോട്ടോഗ്രാഫിയിലേക്ക് തന്നെ തിരിയാൻ കാരണം? അത് ഞാൻ ഇങ്ങനെ പൈലറ്റ് ആവണ കാര്യം പറഞ്ഞപ്പോൾ എന്നോട് എൻ്റെ ഫ്രണ്ട്സ് അല്ല ഇങ്ങനെ കുറച്ച് പേരൊക്കെ ഇങ്ങനെ ചോദിച്ചതാണ്, നിനക്ക് പറ്റണത് നോക്കിയാൽ പോരെ, എന്തിനാണ് ഇങ്ങനെ പറ്റാത്തതിന് വേണ്ടി വാശി പിടിക്കണ. അപ്പം ഞാൻ പറഞ്ഞു പിന്നെ പൈലറ്റൊക്കെ അതെങ്ങനെയെങ്കിലുമൊക്കെ പറ്റും എന്നൊക്കെ ഞാൻ വെച്ചു. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി ഒരു കണ്ണ് കാണാത്തവർക്ക് ഒട്ടും പറ്റൂല എന്നുള്ളത് പിന്നെയാണ് ഞാൻ മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ റെൻറ്റിനൊക്കെ ക്യാമറയൊക്കെ എടുത്തിട്ട് എൻ്റെയും അനിയത്തിൻ്റെയും ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു. എപ്പോൾ? ഈ 10th ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും. അല്ല, അത് റെന്റിനൊക്കെ എടുത്ത് ഫോട്ടോ എടുക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ട്. അത് ആ ഒരു ടൈമിൽ ഭയങ്കര ട്രെൻഡായിരുന്നു. എല്ലാവരും റെന്റിന് ക്യാമറ എടുത്ത് സ്വന്തം ഫോട്ടോസൊക്കെ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന ഒരു ട്രെൻഡ് നടക്കുന്ന ഒരു കാലമായിരുന്നു ആ ഒരു ടൈം. അപ്പോൾ ഞാൻ റെന്റിന് എടുത്തിട്ട് എൻ്റെ അനിയത്തിൻ്റെയും ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ വെറുതെ എടുത്ത് നോക്കി ഇടുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ 3-4 പേര് കുറച്ച് പേര് കൂടിയിട്ട് റെന്റിനെടുത്ത് ഫോട്ടോസൊക്കെ ഇടാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ സ്ഥിരം ഫോട്ടോ ഇട്ടപ്പോൾ 2-3 ക്യാമറ അറിയായിരുന്നു അന്നേരം? ഇല്ല, അച്ഛൻ പണ്ട് ഫോട്ടോഗ്രാഫർ ആയിരുന്നു, കുറച്ച് നാൾ ഫോട്ടോഗ്രാഫി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അച്ഛൻ എനിക്കിങ്ങനെ പറഞ്ഞത് ഓൺ ആക്കണേ ഓഫ് ആക്കണേ എങ്ങനെയാണെന്ന്. പക്ഷെ അച്ഛൻ ഉപയോഗിച്ച ക്യാമറ ഈ ക്യാമറ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അപ്പോൾ പിന്നെ തനിയെ ഇങ്ങനെ ഓരോന്നൊക്കെ നോക്കി നോക്കി പഠിച്ച്. അധികം പാടൊന്നും ഇല്ലാത്തൊരു ക്യാമറയായിരുന്നു, ഒരു ബേസിക് ക്യാമറയായിരുന്നു. അപ്പം അതിനകത്ത് നോർമലായിട്ട് ജസ്റ്റ് ഫോട്ടോ എടുക്കുക, ISO അഡ്ജസ്റ്റ് ചെയ്യുക, അങ്ങനത്തേക്ക് എന്തെങ്കിലും ഉള്ളൂ. അപ്പോൾ അത് ചെയ്യും. റെന്റിനെടുക്കുന്ന ക്യാമറ ആകുമ്പോൾ എല്ലാ സെറ്റിങ്സും അവർ തന്നെ ചെയ്ത് തന്നിട്ടുണ്ടാവും, നമുക്ക് ജസ്റ്റ് എന്തെങ്കിലും ചെറിയ വ്യത്യാസമൊക്കെ വരുത്തിയാൽ മതി. അങ്ങനെ ഞാൻ എടുക്കുമായിരുന്നു. പക്ഷെ റെന്റിന് ക്യാമറ എടുക്കുമ്പോൾ എനിക്ക് എൻ്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ അത് എടുക്കുക, ഫോട്ടോ എടുക്കുക, തിരിച്ചു കൊടുക്കുക. സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലല്ലേ നമുക്ക് കുറച്ച് പഠിക്കാനൊക്കെ പറ്റുള്ളൂ. റെന്റിന് ക്യാമറ എടുത്തിട്ട് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുമായിരുന്നല്ലോ. അപ്പോൾ ഫ്രണ്ട്സ് കുറച്ച് പേര് ഇങ്ങനെ ചോദിച്ചു, നീ ഇങ്ങനെ സ്ഥിരമായിട്ട് ഫോട്ടോ ഇടുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ റെന്റ് എമൗണ്ട് തന്നാൽ മതി, ഞാൻ ഫോട്ടോ എടുത്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് എടുത്തു കൊടുത്ത് പിന്നെ അവരുടെ ഫ്രണ്ട്സ് അറിഞ്ഞ് അവർ ചോദിച്ച് അങ്ങനെയാണ് ഈ ഫോട്ടോഗ്രാഫീൻ്റെ ഫീൽഡിലോട്ട് വന്നത്. പിന്നെ ഞാൻ മനസ്സിലാക്കി ഇതാണ് എനിക്ക് പറ്റിയൊരു പ്രൊഫഷൻ. ഇപ്പം റെന്റ് ക്യാമറ എടുത്ത് ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞു. അപ്പം നമ്മൾ സാധാരണ പണ്ടൊക്കെ ഉള്ളവർ ഒരു കണ്ണടച്ചിട്ട് ഇങ്ങനെ നോക്കും. ഇപ്പോൾ കുഞ്ഞിനെ സംബന്ധിച്ച് ഒരു കണ്ണടക്കേണ്ട, നമുക്ക് നോക്കിയാൽ മതി. കാരണം ഈ വിഷയം നോക്കിയാൽ ക്യാൻഡിഡ് എടുക്കുക, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും നല്ലൊരു മൂമെന്റ്സ് അങ്ങനെയൊക്കെ ഉള്ളത് ക്യാപ്ചർ ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ഒരു നല്ല അപ്രിസിയേഷനോ അങ്ങനെ കിട്ടിയ എന്തെങ്കിലും ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു? അപ്രിഷിയേറ്റ് ഇപ്പോൾ വർക്ക്സിൽ വന്നിട്ട് ഇപ്പോൾ ഒരുപാടൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ക്ലയൻസ് എല്ലാവരും പറയും നന്നായിട്ടുണ്ട്, നല്ല ഫോട്ടോസ് ഉണ്ട്. എനിക്ക് കൂടുതലും വർക്ക്സ് വന്നത് എൻ്റെ ക്ലയൻസ് റെക്കമെൻഡ് ചെയ്തിട്ട് അവർ വിളിച്ചിട്ടാണ് എനിക്ക് കൂടുതൽ വർക്ക്സ് കിട്ടുന്നത്. ഇൻസ്റ്റഗ്രാമിൽ ഒരു ഫ്രഷ് ക്ലയൻറ്റ് വന്നതിൽ കൂടുതൽ എനിക്ക് ക്ലയൻസ് ആയിട്ട് തന്ന ക്ലയൻസ് ആണ് കൂടുതലും. ഇപ്പോൾ ഒരുപാട് അപ്രീസിയേഷൻസ് ഒക്കെ കിട്ടുന്നുണ്ട്. ന്യൂ ബോൺസ് ആണ് ഇപ്പോൾ എനിക്ക് കുറച്ചും കൂടി എടുക്കാനായിട്ട് ഇഷ്ടം. ന്യൂ ബോണിനാണ് ഞാൻ കുറച്ച് ഫോക്കസ് ചെയ്യണം. പിന്നെ വെഡിങ് കമ്പനി സ്റ്റാർട്ട് ചെയ്തോ? ഞാൻ ടോട്ടോയ്സ് വെഡിങ് പറഞ്ഞിട്ട് ഒരു പുതിയ വെഡിങ് കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഡിഗ്രിക്ക് പഠിക്കുന്നു, 20 വയസ്സാവുന്നതേ ഉള്ളൂ, അപ്പൊ തന്നെ ഒരു കമ്പനി, പാഷന്റെ പുറത്ത് കമ്പനി സ്റ്റാർട്ട് ചെയ്തു അല്ലേ? അപ്പൊ അതിലാണ് ഇപ്പം കൂടുതലായിട്ടും വർക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ. ഇപ്പൊ വെഡിങ് ഒക്കെ അത്യാവശ്യം കിട്ടുന്നുണ്ട്. പെൺകുട്ടികൾ പുറമെ ഇതിനകത്ത് കുറവല്ലേ? അത് തന്നെ നമുക്കൊരു ഇതാണ്, അഡ്വാൻറ്റേജ് ആണ്. പോരാത്തതിന് നമ്മളുടെ എടുക്കുന്ന വർക്കുകൾ നന്നായിട്ട് പറഞ്ഞ പോലെ മൗത്ത് പബ്ലിസിറ്റി, ഒരാൾ പറഞ്ഞു വരുന്നത് കുറെ കൂടെ നല്ലതാണ്. പേയ്മെന്റും കാര്യങ്ങളും എല്ലാം ഇതിൽ നിൽക്കുന്നവരുടെ തന്നെ ഈക്വൽ ആയിട്ടാണോ? നമ്മുടെ ബേസിക്, സ്റ്റാൻഡേർഡ്, പ്രീമിയം അങ്ങനെ എല്ലാ ടൈപ്പ് പാക്കേജസ് ഉണ്ട്. സാധാരണക്കാർ മുതൽ പ്രീമിയം ക്ലയൻസിന് വരെ ഡീൽ ചെയ്യാനുള്ള പാക്കേജസ് നമ്മുടെ ഉണ്ടാകും. ഇപ്പം എന്നാ ക്യാമറ ഉപയോഗിക്കുന്നത്? ഞാൻ സോണിയുടെ A7 M3. അത് സ്വന്തമായിട്ട് മേടിച്ചു? ആദ്യമായിട്ട് സ്വന്തമാക്കിയ ക്യാമറ
അത് M3 തന്നെ സെക്കൻഡ് ക്യാമറ ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ M3 ആണ് എനിക്ക് ഇഷ്ടം. അപ്പൊ ഞാൻ അത് സെയിൽ ചെയ്തിട്ട് ഞാൻ ഫസ്റ്റ് പുതിയത് ഒരെണ്ണം വാങ്ങിച്ചു. അതെടുത്തതിനൊരു സ്റ്റോറി ഇല്ലേ? അത് ഞാൻ ഇങ്ങനെ വീട്ടിലിങ്ങനെ പറഞ്ഞു എനിക്കിങ്ങനെ ഫോട്ടോഗ്രാഫി ചെയ്താൽ കൊള്ളാന്നുണ്ട്. അങ്ങനെ അമ്മേൻ്റെയാണ് ഞാൻ ഫസ്റ്റ് പോയി പറയണം. അപ്പം അമ്മ പറഞ്ഞു ഫോട്ടോഗ്രാഫി ചെയ്യണത് കൊള്ളാം, പഠിത്തത്തിലൊരു ഇത് വരരുത്, പഠിത്തം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിട്ട് വേണം ഫോട്ടോ അത് സൈഡായിട്ട് കൊണ്ടുപോകണമെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ക്യാമറ വേണമെന്ന് പറഞ്ഞു. അപ്പം എന്നാ എടുക്കാം, ഇപ്പം അത്യാവശ്യം റെന്റ് എടുത്തിട്ട് വർക്ക് ചെയ്യണ്ട്. അപ്പോൾ കിട്ടുന്ന പൈസേൻ്റെ ഒരു 3/4% ഞാൻ കൊടുക്കണത് റെന്റാണ്. അപ്പം എനിക്കൊന്നും സേവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം പറഞ്ഞ് അതിലും ഭേദം ക്യാമറ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് നാളത് EMI പോലെ അടച്ചിട്ട് പിന്നീട് നമുക്കത് എടുക്കാമല്ലോ, അങ്ങനത്തെ രീതിയിൽ നമുക്കൊരു ക്യാമറ മേടിക്കാം എന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു 40-35 ആ ഒരു റേഞ്ചിനുള്ള ക്യാമറ നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ നോക്കി വന്നപ്പോൾ ഒരു 1 ലക്ഷമായി. അപ്പോൾ ഞാൻ പറഞ്ഞു എടുക്കുമ്പോൾ എന്തായാലും നല്ലത് എടുക്കാം, ഈ ക്യാമറ വെഡിങ്ങും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. അങ്ങനെ പറഞ്ഞു. ലെൻസും എടുക്കുമ്പോൾ 1 ലക്ഷത്തിന് കുറച്ചും കൂടി കൂടുതലാവും, എന്നാലും ഒന്ന് കണ്ണടക്ക്, ഞാൻ പിന്നീട് ആ പൈസ ഞാൻ തിരിച്ച് തരാമെന്നുള്ള രീതിയിൽ ഞാൻ അമ്മേനെ കൺവിൻസ് ചെയ്ത്. അപ്പോൾ അമ്മ പറഞ്ഞ് എന്നൊരു കാര്യം ചെയ്യും, അമ്മേൻ്റെ താലിമാല കൊണ്ടുപോയിട്ട് പണയം വെച്ചിട്ട് ക്യാമറ വാങ്ങിച്ചോ, എടുപ്പിച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ കാര്യം എല്ലാവരോടും പറയുമ്പോൾ താലിമാലയൊക്കെ പണയം വെച്ച് ക്യാമറ വാങ്ങണോ, അങ്ങനത്തെ വിശ്വസിക്കണോ, വെഡിങ് കിട്ടുമോ? ഇത് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഉറപ്പുള്ളൊരു ജോലിയല്ല. വർക്ക്സ് ഇന്ന് കിട്ടാൻ നാളെ കിട്ടില്ല, അങ്ങനത്തെ ഒരു ഫീൽഡ് ആയതുകൊണ്ട് തന്നെ അത്ര റിസ്ക് എടുക്കണോ? താലിമാലയൊക്കെ കൊടുത്തിട്ട് ചെറിയ എന്തെങ്കിലും മോഡൽ എടുത്തിട്ട് വർക്ക് വരുമ്പോൾ അപ്ഡേറ്റ് ചെയ്താൽ പോരെ. എനിക്ക് എടുക്കുമ്പോൾ എല്ലാം നല്ലത് എടുക്കണം, അല്ലെങ്കിൽ ഒരു ബെസ്റ്റ്, അതാണ് എൻ്റെ ഒരു ഇഷ്ടം. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നൊരു കാര്യം ചെയ്തു, സെക്കൻഡ് എടുക്കാം, എന്നിട്ട് സെക്കൻഡിന് ആ റേറ്റ് തന്നെ സെക്കൻഡ് എടുത്തിട്ട് നമുക്ക് നല്ലോണം ഒരു ഇതിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ എടുക്കാം എന്നുള്ള രീതിയിൽ ഞാൻ അമ്മേൻ്റെ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു കുഴപ്പമില്ല, എനിക്ക് നിന്നെ വിശ്വാസമാണ്, ഇത് എടുക്കാൻ പറ്റും, നീ മാലുണ്ടേ പണയം വെച്ചിട്ട് എടുത്തോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 1 വർഷത്തേക്ക് ഉള്ളിൽ എടുപ്പിച്ച് തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കുറച്ച് ടെൻഷനായി, ബൗണ്ടറീസ് ഒക്കെ ഉണ്ടല്ലോ, അതിനുള്ളിൽ എടുക്കാൻ. എത്രാമത്തെ വയസ്സിലായിരുന്നു ക്യാമറ സ്വന്തമാക്കിയത്? 18. ഡിഗ്രി പഠിച്ചോണ്ടിരിക്കുന്നു. ഫസ്റ്റ് ഇയറിൽ കയറി. അപ്പം അങ്ങനെ ക്യാമറ വാങ്ങിച്ച് ഗോൾഡൊക്കെ പണയം വെച്ച് ഒരു സെക്കൻഡ് ക്യാമറ, ഒരു 35-ന്റെ ലെൻസുമാണ് വാങ്ങിച്ചത്. അങ്ങനെ അത് വെച്ച് വർക്ക് എടുത്ത്. അത് ആ സമയത്ത് വർക്ക് ഉണ്ടായിരുന്നു അന്നേരം? അപ്പം ക്യാമറ എടുക്കുമ്പോൾ ആ എടുത്ത ടൈമിലാണ് എനിക്ക് അപ്പോഴാണ് ഏറ്റവും കൂടുതൽ എനിക്ക് വർക്ക് വന്നിട്ടുള്ളത്. അതിന് മുന്നേ വരെ വർക്ക് ചെറിയ ചെറിയ വർക്ക്, ഇപ്പൊ ക്രിസ്മസ് ആകുമ്പോൾ ക്രിസ്മസിന്റെ ഫോട്ടോഷൂട്ട് എടുക്കണ കുറച്ച് പേര് വരും, ഓണാകുമ്പോൾ ഓണത്തിന്റെ, അങ്ങനെ ഓരോ സീസൺ വൈസ് ആയിരുന്നു എനിക്ക് വർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ ഡെയിലി വല്ല ഏതെങ്കിലും ബർത്ത്ഡേ ഫംഗ്ഷനോ അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ അത് അങ്ങനെ ഒരു ഡെയിലി ബേസിസിൽ അല്ലെങ്കിൽ ഒരു മന്ത്ലി ഒരു ഏണിങ്സ് കിട്ടുന്ന രീതിയിലൊന്നും അല്ല, ഒരു 3000-4000 ഒക്കെ മന്ത്ലി കിട്ടുന്ന രീതിയിലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് ഞാൻ ഇത്രയും വലിയ റിസ്ക് എടുത്ത് പണയമൊക്കെ വെച്ച് ക്യാമറയൊക്കെ എടുക്കണേ. പക്ഷെ ആ ക്യാമറ എടുത്ത ഫസ്റ്റ് മന്ത് തന്നെ എനിക്ക് 15,000-ന്റെ ഓളം വർക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതിനകത്തൊരു 10,000-ഓളം ഞാൻ അമ്മയുടെ ഗോൾഡിലോട്ടൊക്കെ അടച്ച് അങ്ങനെ ഒരു 8 മാസത്തിനുള്ളിൽ മാല തിരിച്ചെടുത്ത് കുറച്ചാളഞ്ഞപ്പോ എനിക്ക് കോൺഫിഡൻസ് ആയി. അങ്ങനെയാണ് ഞാൻ M3-യുടെ ഒരു ഫ്രഷ് ക്യാമറ എടുക്കാന്ന് പറയണേ. അങ്ങനെ M3-യുടെ ഒരു ഫ്രഷ് ക്യാമറ പോയി എടുത്ത് അത് കഴിഞ്ഞ് ഇപ്പോ ഈ കഴിഞ്ഞ മാസം ഒരു 85-ന്റെ ലെൻസ് എടുത്ത് ഇന്ന് ഫോൺ എടുത്ത്. ഏതാ ഐഫോണാ? ഇന്ന് എടുത്തതേ ഉള്ളോ? ഫോൺ എന്തിയേ? കാണിക്കും ഞങ്ങളുടെ ഫോൺ. ഇതിലാണോ റീൽസ് ഒക്കെ എടുക്കണമെന്നൊക്കെ പറഞ്ഞേ? അല്ല, ഇപ്പൊ എടുക്കണമെന്ന് പറഞ്ഞത്. ഫോണിങ് അടിപൊളി. അതിൽ ഇന്നിട്ടേക്കുന്ന ഡ്രസ്സിൽ തന്നെ. ഫോണ് ആപ്പിളിന്റെ 16 Pro. എമൗണ്ട് 1,40,000-1,35,000. അത് ഇതിൽ നിന്ന് തന്നെ എടുത്ത്. സൂപ്പർ അടിപൊളി കേട്ടോ, അടിപൊളി. ഈ 20 വയസ്സിനുള്ളിൽ ലൈഫില് അല്ലെ പ്രശ്നങ്ങളൊക്കെ എന്തൊക്കെ വന്നാലും ആ സമയത്തൊക്കെ ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ടല്ലേ സ്കൂളിലൊക്കെ? സ്കൂളില് എൻ്റെ ഫ്രണ്ട്സ് തന്നെ എന്നെ ഒരുപാട് പേര് ഇങ്ങനെ കൂട്ടാത്തൊരു സ്കീമൊക്കെ ഉണ്ടായി. എന്ന് വെച്ചാൽ കാണുമ്പോൾ തന്നെ ഭയങ്കര ഇതായിരുന്നു. ഞാൻ ഈ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഫുള്ള് ഭയങ്കരമായിട്ട് വണ്ണം വെക്കുകയും കളറൊക്കെ ഭയങ്കര ഇതാവുകയും പിന്നെ കണ്ണൊക്കെ ഭയങ്കര വികൃതം, ഭയങ്കര എൻ്റെ മുമ്പത്തെ ഞാനേ ആയിരുന്നില്ല സർജറിക്ക് കഴിഞ്ഞാൽ പിന്നെ ക്ലാസ്സിൽ പോകുമ്പോൾ ഇവർ ഫുള്ളൊരു ഗ്യാങ് അടിച്ച് നടക്കുക, എന്നെ കൂട്ടാതിരിക്കുക, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ടായി. പിന്നെ ഞാൻ സ്കൂളിലോട്ട് പോണ വഴി എന്നെ അവിടെ ഒരു കള്ള് ഷാപ്പൊക്കെ ഉണ്ട്, അവിടെ നിൽക്കുന്ന ആൾക്കാർ ഞാൻ നമ്മൾ കൂളിംഗ് ഗ്ലാസ് ഒക്കെ പോലത്തെ സാധനം വെച്ചിട്ടായിക്കോളൂ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടൊക്കെ നടക്കണം. എനിക്കത് വെക്കാൻ ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല, പക്ഷെ അമ്മയൊക്കെ എന്നെ കൊണ്ട് അത് വെപ്പിക്കുമായിരുന്നു. അപ്പോൾ ഈ ആൾക്കാരൊക്കെ അവിടെ നിന്ന് കളിയാക്കുമായിരുന്നു, ഇതെത്രയാണെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അങ്ങനെ നാട്ടുകാരുടെ വകയും പിന്നെ
കരയണല്ല കണ്ണിന്ന് വെള്ളം വരാറുണ്ട്. ആ ആ ആ പിന്നെ ഫ്രണ്ട്സ് അങ്ങനെ എല്ലാവരും എന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇതാക്കിയിട്ടുണ്ട്. ഫ്രണ്ട്സ് അവർ ഇങ്ങനെ കൂട്ടാത്തതിൻ്റെ പ്രശ്നം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അവർ കളിയാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ബോയ്സൊക്കെ പേപ്പട്ടിൽ നിന്നൊക്കെ വിളിച്ച് കളിയാക്കുമായിരുന്നു. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ. അവരും ചെറുതായതുകൊണ്ട് അവരുടെ വിവരമില്ലാത്തതുകൊണ്ടൊക്കെ. അതൊന്നുമില്ല, ഞാൻ പറഞ്ഞില്ലേ 1.5 ലക്ഷം രൂപ ഉള്ളൊരു ഫോണ്, അതുപോലെ തന്നെ അത്ര നല്ലത് അറിയപ്പെടുന്ന ഫോട്ടോഗ്രാഫർ, വീഡിയോഗ്രാഫർ, നല്ല വർക്ക് വരിക, അതൊക്കെ വലിയ, ഞാൻ പറഞ്ഞില്ല 20 വയസ്സിൽ ഏറ്റവും നല്ല അച്ചീവ്മെൻ്റാണ് നടത്തിയത്. അതൊക്കെ ലൈഫിൽ നമ്മൾ പറഞ്ഞില്ലേ, ഒരു പക്ഷെ അന്ന് കേട്ട ആ ശബ്ദം ഇന്ന് നമ്മളെ ഇത്രയും ഇതിൽ എത്തിച്ചു എന്ന് വിചാരിച്ചാൽ മതി. അതല്ലെങ്കിൽ പൈലറ്റ് ആവാൻ പോയിട്ട് ചിലപ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ, വേറെ എന്തെങ്കിലും കാരണത്തിൽ കിട്ടിയില്ലെങ്കിൽ മനസ്സിലായില്ല, നമ്മൾ ഡിപ്രഷൻ ആവും. 20 വയസ്സിൽ മറ്റേ ഇപ്പം നമ്മളൊക്കെ ഈ ലെവലിൽ എത്തിയിട്ട് പോലും ഒന്നും സമ്പാദിക്കാൻ പറ്റാത്ത നിങ്ങളൊക്കെ ചെറുപ്രായത്തിൽ സമ്പാദിച്ച് കാണിക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെയാണ് ഈ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയും ഇതും അല്ലാണ്ട് വേറെ എന്തൊക്കെയാണ് ഉള്ളത്? ഞാൻ ഈ ഫോട്ടോഗ്രാഫി ചെയ്യണതിന് മുന്നേ തന്നെയായിട്ട് ഞാൻ ചെറുതായിട്ട് ഏണിങ്സ് ഒക്കെ ഉണ്ടാക്കുമായിരുന്നു. ഈ ബീഡ്സ് വർക്ക്, ബ്രൈഡൽ വർക്ക്, ബ്ലൗസ് ഒക്കെ വർക്ക് ചെയ്തിട്ട് അങ്ങനെ, പിന്നെ ഹെയർ ആക്സസറീസ്, ബോ, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഇപ്പോൾ ഞാൻ അതൊന്നും ചെയ്യാറില്ല, കാരണം എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട്. ഈ ബീഡ്സ് വർക്കിനും കാര്യങ്ങളൊക്കെ ഭയങ്കര ടൈം എടുക്കും, 4 ദിവസമൊക്കെ എടുക്കുക ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഓൺലൈൻ ബൊട്ടിക്ക് ഉണ്ട്, പത്മ ഡിസൈൻസ് പറഞ്ഞിട്ട്. അത് അമ്മയാണ് മെയിൻറ്റെയിൻ ചെയ്യണത്. അമ്മ സ്റ്റിച്ച് ചെയ്യും. അപ്പോൾ വീട്ടിലിരുന്ന് അമ്മ സ്റ്റിച്ച് ചെയ്ത് ഓർഡേഴ്സൊക്കെ വന്നത് അമ്മേനെ സെറ്റിൽ ചെയ്യും. വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛനും അമ്മയും അനിയത്തി. അനിയത്തി എന്ത് ചെയ്യുന്നു? ഇപ്പൊ ഡിഗ്രി ഫസ്റ്റ് ഇയർ. അനിയത്തി ഇതിലേക്കൊക്കെ ലൈറ്റ് ബോയ് ആയിട്ടെങ്കിലും കൊണ്ടുപോകാറുണ്ടോ? ഇതിനോടൊന്നും താല്പര്യമൊന്നുമില്ല. പുള്ളിക്ക് വെറുതെ ഇരിക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അല്ല, എപ്പോഴും എൻ്റെ പറയും വെറുതെ ഇരിക്കണ അത്ര സുഖം വേറൊന്നും ചെയ്തിട്ട്. പക്ഷെ ആള് ചെറുതിലേ മുതലേ ഇങ്ങനെ ആക്റ്റീവ് ആയതുകൊണ്ട് കുഴപ്പമില്ലല്ലേ? ഈ കണ്ണില് ഞാൻ സംസാരിക്കുമ്പോൾ ഫുള്ള് ഞാൻ ശ്രദ്ധിച്ചിരുന്നു, ഈ കണ്ണ് ഭയങ്കര, എന്നോട് പറയുന്ന ഓരോ അനുഭവം പറയുമ്പോൾ പോലും നല്ല ഷാർപ്പായിട്ടാണ് സംസാരിച്ചത്. പക്ഷെ ഇപ്പുറത്തെ കണ്ണിൽ നിന്ന് വെള്ളം എടുക്കുന്നുണ്ടോ? അത് എപ്പോഴും സർജറി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് കണ്ണ് കരയുമ്പോ വെള്ളം വരൂലായിരുന്നു. അപ്പൊ കണ്ണീന്ന് കണ്ണീര് വരാനായിട്ട് സർജറി ചെയ്ത്, അതിൽ പിന്നെ കണ്ണീന്ന് വെള്ളം നിക്കണില്ല. അപ്പൊ അവര് പറഞ്ഞു ഒരു സർജറി കൂടി ചെയ്താൽ ശരിയാവുന്നു. എന്തിനാണ് നമ്മ അവർക്ക് പരീക്ഷണ വസ്തുവായിട്ട് ഇങ്ങനെ നിക്കണം? ഞാൻ പറഞ്ഞു വേണ്ട, വെള്ളം വരലല്ലേ, ഇനി നിക്കാൻ വേണ്ടി ചെയ്ത് കഴിഞ്ഞാൽ അതെന്തെങ്കിലും അടുത്ത ആഫ്റ്റർ എഫക്റ്റ് ആവും. അപ്പോൾ വേണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇനിയും സർജറി ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കണ്ണ് ഇതേപോലെ ആക്കാനായിട്ട്. ഈ കണ്ണ് സ്റ്റിച്ച് ഇട്ടപ്പോൾ കൂടിപ്പോയി അറ്റത്ത്, അതാണ് കണ്ണ് ഇങ്ങനെ അടഞ്ഞിരിക്കണേന്ന്. അപ്പോൾ എന്തോ ചെയ്തിട്ട് ഉള്ളിലൊന്ന് വിടിയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓക്കെ ആവും എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അതിന് നിൽക്കണില്ല. അനസ്തേഷ്യയൊക്കെ ഒരുപാട് കഴിച്ച് എനിക്കിപ്പോൾ ബോഡി ഫുള്ള് ഭയങ്കര വീക്കാ. അപ്പോൾ ഇനി അനസ്തേഷ്യ എടുക്കാനുള്ളൊരു ഇതെനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇനി എനിക്ക് സർജറിയും കാര്യങ്ങളൊന്നും വേണ്ട, ഇപ്പം എങ്ങനെയാണോ പോണത് അതുപോലെ തന്നെ പോയാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പം ഫോട്ടോഗ്രാഫിയിൽ ഇപ്പോൾ പറഞ്ഞല്ലോ കൂടെ ഉള്ളവർ സജസ്റ്റ് ചെയ്യുന്നതാണ്, ഈ വീഡിയോ എടുക്കുന്ന അവർ സജസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ സജസ്റ്റ് ചെയ്യുമ്പോൾ ആരെങ്കിലും പറയാറുണ്ടോ കുട്ടിക്ക് കണ്ണിന് കാഴ്ചയില്ല, അല്ലെങ്കിൽ നമ്മുടെ നല്ല ക്ലയൻ്റ് ആണ്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും എവിടെയെങ്കിലും ചെല്ലുമ്പോൾ അയ്യോ അങ്ങനെ മോക്ക് ഇങ്ങനെയാണോ? നമ്മുടെ ഒരു സമൂഹത്തിന്റെ സൊസൈറ്റിയുടെ ഒരു വിലയുണ്ടല്ലോ. ഫോട്ടോഗ്രാഫി ചെയ്യാൻ ക്ലയൻറ്റ്സ് അങ്ങനെ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് അവരാരും പ്രൊമോട്ട് ചെയ്യാറില്ല. അവരിങ്ങനെ ഫീമെയിൽ ഫോട്ടോഗ്രാഫർ ആണെന്ന് പറഞ്ഞിട്ട്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എന്നെ ഫീമെയിൽ ഫോട്ടോഗ്രാഫർ എന്ന് പറഞ്ഞാൽ റെപ്രസെന്റ് ചെയ്യണത്. ഇപ്പൊ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള നാട്ടുകാരായാലും എന്നോട് ചോദിക്കണം അതേ പട്ടി അടിച്ച് വെച്ചല്ലേ, അങ്ങനെയാണ്. പക്ഷെ എനിക്ക് തന്നെ ഫോട്ടോഗ്രാഫർ അല്ലേ എന്ന് പറഞ്ഞാൽ ഐഡന്റിഫൈ ചെയ്യണതാണ് എനിക്കിഷ്ടം. നമ്മുടെ പ്രൊഫഷൻ വെച്ച് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണല്ലേ നമുക്ക്. തീർച്ചയായും. അപ്പോൾ ക്ലയൻസ് എന്നെ കൂടുതലും പരിചയപ്പെടുത്തുന്ന ഫീമെയിൽ ഫോട്ടോഗ്രാഫറാണ്. ബ്രൈഡ്സ് ആണെങ്കിലും കുറച്ചുകൂടി കംഫർട്ടബിൾ ആണ് ഫീമെയിൽ ഫോട്ടോഗ്രാഫർ ആവുമ്പോ. ഓക്കെ ആണ്, സാരിയൊക്കെ ഓക്കെ, നമുക്കും അത് പറയാൻ പറ്റും ചേച്ചി അത് അങ്ങനെ ചെയ്യില്ലെങ്കിൽ. അതെ, അപ്പോൾ അങ്ങനെ അവര് റെക്കമെൻഡ് ചെയ്തിട്ടാണ് കൂടുതൽ ക്ലയൻസ് വിളിക്കണത്. അവരിങ്ങനെ കണ്ണിന്റെ കാര്യം പറഞ്ഞിട്ട് ആരും പ്രൊമോട്ട് ചെയ്യാറില്ല, കൂടുതലും ഫീമെയിൽ ഫോട്ടോഗ്രാഫർ ആണെന്ന് പറഞ്ഞിട്ട് എന്നെ പ്രൊമോട്ട് ചെയ്യണേ. ഞാൻ ഫീമെയിൽ ഫോട്ടോഗ്രാഫർ ആണെന്ന് തെളിയിക്കാൻ എൻ്റെ ഒരു ഫോട്ടോ എടുത്തു പിന്നെ ഒരു കാര്യം, ന്യൂ ബോൺ ബേബി ആണെന്ന് വിചാരിച്ചോടെ എൻ്റെ എടുക്കാൻ ഞാൻ ക്യാമറ തരാൻ പോവാ. ഓക്കെ, കൊള്ളാം കേട്ടോ. നമുക്ക് ഇതിലെ ഫോട്ടോസ് എനിക്കിങ്ങനെ കാണിക്കാൻ പറ്റത്തില്ല, കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല, ഞാൻ എൻ്റെ ഒറിജിനൽ ഇടാം. ഏതായാലും നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ ഭയങ്കര ഫോട്ടോ ഭ്രാന്തിയാണ്, സ്വന്തമായി സെൽഫി മാത്രം എടുക്കും, വേറെ ഫോണിൽ നിന്ന് എടുക്കാൻ പറ്റത്തില്ല. ഫോട്ടോഗ്രാഫിയിൽ ആള് പുലി തന്നെയാണ്. ഇനി വീഡിയോ ഞാൻ ഇനിയിപ്പോൾ എന്നെ വിളിച്ചാൽ ഫോട്ടോഷൂട്ടൊക്കെ ഫ്രീ ആയിട്ട് വിളിക്കൂലേ?
കാരണം ഗ്യാപ്പിൽ ഒപ്പിച്ചു. മോളുടെ വാർത്ത പല സ്ഥലത്ത് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചപ്പോൾ നമ്മളിങ്ങനെ തപ്പുക ആളെവിടാണെന്ന്. അപ്പോൾ നമ്മൾ എൻ്റെ ഈ പ്രോഗ്രാമിൻ്റെ പ്രൊഡ്യൂസർ സഫ്ന ആക്ച്വലി വിളിച്ചിട്ട് ഇങ്ങനെ ഇൻസ്റ്റയിലാണെന്ന് തോന്നുന്നു മെസ്സേജ് അയച്ചത്. അപ്പം തന്നെ അതെന്താ രണ്ടും കൽപ്പിച്ച് എന്നാൽ ചെയ്തേക്കാം, എന്താണ് ആർക്കെങ്കിലും മോട്ടിവേഷൻ കൊടുക്കണം എന്നാണോ അതോ എൻ്റെ കഥ പുറം ലോകം അറിയണം, ഒരാൾക്കെങ്കിലും അത് വാല്യുബിൾ ആവണം, എന്തായിരുന്നു പെട്ടെന്നൊരു എൻ്റെ സ്റ്റോറി വെച്ച് വേറെ ആർക്കെങ്കിലും അത് എന്താ അവരെയും കൂടി ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ബെറ്റർ അല്ലേ. എൻ്റെ ന്യൂസും ഇതൊക്കെ കണ്ടിട്ട് ഒരുപാട് പേര് എൻ്റെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് 2 കണ്ണുണ്ട്, 4 കാലുണ്ട്, കൈയുണ്ട്, എല്ലാം ഉണ്ടായിട്ടും ഞങ്ങൾ ഇതുവരെ ഒന്നും ചെയ്യാൻ ഒരു എഫേർട്ട് പോലും എടുത്തിട്ടില്ല. അപ്പോൾ ഇത്രയും ഇതൊക്കെ ആയിട്ടും ഇങ്ങനെയൊക്കെ ചെയ്യാൻ അവർ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ആയി, അല്ലെങ്കിൽ ഭയങ്കര സന്തോഷം ഇങ്ങനെയൊക്കെ ഒരാൾ, പിന്നെ ഫീമെയിൽ ഫോട്ടോഗ്രാഫറൊക്കെ മുന്നോട്ട് വന്നെന്ന് പറയുമ്പോൾ തന്നെ നല്ല ഒരു ഇതാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് പറയും. അതെ, ഞങ്ങളെപ്പോലെ ഇൻ്റർവ്യൂർക്ക് അസൂയ, അയ്യോ ഞങ്ങൾക്കൊന്നും ആകാൻ പറ്റുന്നില്ലല്ലോ ചെറുപ്രായത്തിൽ തന്നെ. അത് അസൂയല്ല കേട്ടോ, ഭയങ്കര സന്തോഷമാണ്. പറഞ്ഞല്ലോ ഫീമെയിൽ ഫോട്ടോഗ്രാഫർ, അത് നമ്മൾ ഐഡൻറ്റിഫൈ, അതായത് അധികം ആൾക്കാർ ചെല്ലാത്തടത്ത് സ്ത്രീകൾ കൈവരിക്കുന്ന ഒരു ആധിപത്യം, അത് സൂപ്പറാണ്, അത് അസാധ്യമാണ്. അതിനൊക്കെ നമ്മൾ ഹാറ്റ്സ് ഓഫ് അംഗീകരിച്ചേ പറ്റുള്ളൂ. നമ്മൾ അറിയാമല്ലോ ഇപ്പോൾ ഓരോ ദിവസം ചില ദിവസം ലേറ്റ് നൈറ്റ് ആയിരിക്കും ഷൂട്ടൊക്കെ, അതൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ മാനേജ് ചെയ്യുന്നത്? ലേറ്റ് നൈറ്റ് ഷൂട്ടൊക്കെ വരുമ്പോൾ വീട്ടിൽ പറയും ഇങ്ങനെ ലേറ്റ് ആയിട്ടുള്ളൂ എന്ന്, അപ്പോൾ കുഴപ്പമില്ല. ദൂരങ്ങളിലൊക്കെ പോയി ചെയ്തിട്ടുണ്ട്? ഞാൻ കേരളത്തിലെ എല്ലാ ജില്ലയിലൊക്കെ പോയി വർക്ക്സ് ഒക്കെ എടുക്കാറുണ്ട്. പുറത്തോട്ട് ഇതുവരെ പോയിട്ടില്ല, പോകണമെന്ന് ആഗ്രഹം ഉണ്ട്. ഒറ്റയ്ക്ക് ഒരാളായിട്ടാണോ ചെയ്യുന്നത്? ഇല്ല, ഇപ്പോൾ എൻ്റെ ഓൺ വർക്ക് ആണെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ ടീമിന് ഇട്ടിട്ട് ഞങ്ങൾ ഒരു ക്രൂ ആയിട്ട് ഇങ്ങനെ പോയി വരും. അല്ല വേറെ ആൾക്കാരുടെ വർക്കാണെങ്കിൽ ഞാൻ തനിയെ പോയിട്ട് ഓക്കെ. എന്തായാലും ഞങ്ങളോട് സംസാരിച്ചതിൽ, ഞങ്ങളുടെ കൂടെ ഇരുന്നതിന്, 10 മിനിറ്റ് പറഞ്ഞാൽ ഞങ്ങൾ ഇൻ്റർവ്യൂ ചോദിച്ചപ്പോൾ തന്നെ ഉറപ്പായിട്ടും തരാമെന്ന് പറഞ്ഞതിന്, ഇത്രയും നല്ലൊരു ഇൻസ്പിറേഷൻ സ്റ്റോറി പറഞ്ഞതിന്, ലൈഫിൽ തോൽക്കാത്തതിന്, ആളുകൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മളതിനെ ആ സമയത്ത് തകർന്നു പോയിരുന്നെങ്കിൽ ആ ഡിപ്രഷനിൽ അങ്ങനെ തന്നെ നിന്നിരുന്നെങ്കിൽ അങ്ങനെ തന്നെ പോകത്തുള്ളൂ, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾക്ക് എന്തോ ഉണ്ട് എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നതിന്, തൻ്റേതായ ഒരു കളം സ്ഥാപിച്ചതിന്, എല്ലാത്തിനും അടിപൊളി. എന്താ പറയുക, ലൈഫിൽ ഇനി നല്ല നല്ല നേട്ടങ്ങൾ ഉണ്ടാവട്ടെ. താങ്ക് യു.